ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 തരം ചോപ്പറുമായിട്ടാണ് കേട്ടോ. അപ്പം ഇതിലേതാണ് നല്ല ബെസ്റ്റ് ചോപ്പർ എന്ന് നമുക്ക് നോക്കാം. ചോപ്പർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 3 തരം ചോപ്പറാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരെണ്ണം അത്യാവശ്യം നല്ല വലിയ ബ്ലേഡൊക്കെയുള്ള ഒരു ചോപ്പറാണ്. ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ചോപ്പറാണ്. തേർഡ് വൺ നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ടുള്ള മോഡൽ മറ്റേ വലിക്കുന്ന ടൈപ്പ് ചോപ്പറാണ്. അപ്പോൾ ഇതിൽ മുതലും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പടവലമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ആ വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ടുള്ള ചോപ്പറാണല്ലോ ഇത്. അപ്പോൾ അത് ഞാൻ ഇട്ട് നോക്കിയപ്പോഴേക്കും ഈ ഒരു പരുവത്തിലാണ് ചോപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ഞാൻ ഈ ഒരു വലിപ്പമുള്ള ഈ ഒരു ചോപ്പറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഞാൻ പടവലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് ഉണ്ടായതുകൊണ്ട് കുറേ കൂടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്നിട്ട് ചോപ്പ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് ചോപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. ഇനി തേർഡ് വൺ നമ്മുടെ പ്രസ് ചെയ്യുന്ന ആ ഒരു മോഡലാണ്. ഇതിൻ്റെ ബ്ലേഡ് സാധാരണയാണ്, പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്ലേഡാണ് കേട്ടോ. ചെറിയ ബ്ലേഡാണെങ്കിലും കട്ടിയുണ്ട്. അപ്പം അതിൽ കുറച്ച് പടവലം ഇട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലെല്ലാം ചോപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ 3 ചോപ്പറിൽ നിങ്ങൾക്ക് ഏത് ചോപ്പറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓരോ ചോപ്പറിലും ചോപ്പ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ആദ്യം നമ്മൾ പ്രസ് ചെയ്യുന്ന ആ ഒരു മോഡലിൽ ചെയ്തതും, പിന്നെ രണ്ടാമത് കോമൺ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള വലിച്ച് ആക്കത്തില്ലേ അതിൻ്റെ ആ ചോപ്പറിലാക്കിയതും, ലാസ്റ്റ് വൺ നമ്മുടെ വലിയ ചോപ്പറിൽ. ഇത് 3 ആണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട